ത്തിലെ അതിമനോഹരമായിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ ഞാൻ ഇവിടെ വീഡിയോയിൽ കാണിക്കുന്നത്. എല്ലാവർക്കും അറിയുന്ന കഥകൾ തന്നെ ആയിരിക്കും. എങ്കിലും അങ്ങനെ ആ ഒരു ശ്രീരാമ ഭഗവാന് വേണ്ടിയിട്ട് ആഞ്ജനേയനുണ്ണി സേതുബന്ധനം നടത്തുകയാണ്. ആഞ്ജനേയനുണ്ണി മാത്രമല്ല, ഒരുപാട് വാനരപ്പടിയുണ്ട് ഭഗവാന് വേണ്ടിയിട്ട് തൻ്റെ സേവനങ്ങൾ ഇങ്ങനെ അനുഷ്ഠിക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഓരോരോ വലിയ വലിയ പാറക്കല്ലെടുത്തിട്ട് ഹനുമാൻ അതിൽ രാമരാമ എന്ന് എഴുതുകയാണ്. ഓരോരോ കല്ലിലും രാമരാമ എന്ന് എഴുതി കൊടുക്കുകയാണ് ഹനുമാൻ. ആ കല്ലൊക്കെ തലച്ചുമടായിട്ട് ബാക്കി വാനരപ്പടയിലുള്ള ആളുകളൊക്കെ അങ്ങനെ കൊണ്ടുപോയിട്ട് അങ്ങനെ നിക്ഷേപിക്കുകയാണ് നദിയിൽ, ആ ഒരു പാലം നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. ഹനുമാനും വലിയ വലിയ കല്ലുകൾ, ബാക്കിയുള്ളവർക്കൊന്നും ഉയർത്താൻ പറ്റാത്ത കല്ലുകളൊക്കെ ഹനുമാനും കൊണ്ടുപോയിട്ട് ആ ഒരു നദിയിൽ അങ്ങനെ നിക്ഷേപിക്കുകയാണ്. ഇതിങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കിയിരിക്കുകയാണ് ഒരു അണ്ണാൻകുഞ്ഞ്. അവൻ വീണ്ടും വീണ്ടും ആ ഒരു പ്രവൃത്തി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൻ ശ്രീരാമ ഭഗവാന്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഭഗവാനെ, ഞാനും ഈ ഒരു സേതുബന്ധനത്തിൽ ഞാനും പങ്കാളിയായിക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീരാമ ഭഗവാൻ ആ അണ്ണാൻകുഞ്ഞിന് അതിമനോഹരമായിട്ടുള്ള രൂപത്തോട് കൂടിയിട്ടുള്ള ആ ഒരു കുഞ്ഞ് കണ്ണും മൂക്കും നല്ല പൂ പോലത്തുള്ള വാലും ഒക്കെ ഉള്ള ആ ഒരു അണ്ണാൻകുഞ്ഞിനെ ഇങ്ങനെ നോക്കുകയാണ് ഭഗവാൻ. എന്നിട്ട് ചോദിക്കുകയാണ്, നീ എങ്ങനെയാണ് എന്നെ സഹായിക്കുന്നത്, ഞാനൊന്ന് കാണട്ടെ എന്ന് പറയാണ്. അത് പറഞ്ഞതും ആ അണ്ണാൻകുഞ്ഞ് ഓടി പോവാണ് പുഴയിലേക്ക്. ബാക്കി നമുക്ക് നമ്മളുടെ വീഡിയോയിലൂടെ കാണാം കേട്ടോ, എന്താണ് ആ ഒരു അണ്ണാൻ കുഞ്ഞ് ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യുന്ന സേവനങ്ങൾ എന്ന് നമുക്ക് ഈ ഒരു വീഡിയോ ഭാഗ്യഭാഗത്തിൽ അങ്ങനെ കാണാം. അണ്ണാൻകുഞ്ഞ് ഓടിപ്പോയിട്ട് പുഴവെള്ളത്തിൽ ചാടുകയാണ്. എന്നിട്ട് ആ ഒരു മണലുള്ള ഭാഗത്ത് പോയിട്ട് വേഗം തൻ്റെ ശരീരത്തിൽ മുഴുവൻ മണൽ നിറയ്ക്കുകയാണ്. എന്നിട്ട് ആ ഒരു സേതുബന്ധനം നടത്തുന്ന ആ ഒരു ഭാഗത്ത് കല്ലുകളുടെ ഇടയിൽ കൊണ്ടുപോയിട്ട് തൻ്റെ ശരീരത്തിലുള്ള ആ ഒരു മണലെല്ലാം നിക്ഷേപിക്കുകയാണ്. ഈ ചെറിയ അണ്ണാൻകുട്ടി ഇതിങ്ങനെ പല പ്രാവശ്യം ചെയ്യാണ്. ആ സമയത്താണ് ഹനുമാൻ്റെ കണ്ണിൽ പെട്ടത്. എന്താണ് ഈ ചെറിയ ജീവി ചെയ്യുന്നത് എന്നിങ്ങനെ നോക്കുകയാണ്. ആ സമയത്താണ് ശ്രീരാമ ഭഗവാനും തൻ്റെ ആ ഒരു ചെറിയ അണ്ണാൻകുഞ്ഞിനെ വന്ന് നോക്കുന്നത്. അവൻ സന്തോഷമായിട്ട് ഹനുമാനോട് പറയാണ്, ഞാനും ഭഗവാനെ സേവിച്ചോട്ടെ, ഞാൻ ചെറുതാണ് എങ്കിലും ചെറിയ രൂപത്തിലുള്ള സേവനങ്ങൾ ഞാനും ചെയ്യാണ് ഭഗവാന് വേണ്ടിയിട്ട് എന്ന് പറയാണ്. ഇത് കാണുമ്പോൾ ശ്രീരാമ ഭഗവാന് കൗതുകം തോന്നുകയാണ്. തൻ്റെ ഓരോ സൃഷ്ടിയും തനിക്ക് വേണ്ടിയിട്ട് സേവനത്തിന് സന്നദ്ധരായിട്ട് ഇരിക്കുകയാണ് എന്ന് ഭഗവാൻ ചിന്തിക്കുകയാണ്. ഹനുമാൻ സ്വാമിയും ഇതിങ്ങനെ നോക്കുകയാണ്. ഈ ചെറിയ ഒരു ജീവിയുടെ ആ ഒരു കലാവിരുത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എങ്കിലും അവൻ വീണ്ടും വീണ്ടും തൻ്റെ ആ ഒരു പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അവസാനം ഹനുമാൻ ആ ഒരു ചെറിയ അണ്ണാൻ കുഞ്ഞിൻ്റെ മുന്നിൽ പോയിട്ട് കൈ കൂപ്പുകയാണ്. ആ ചെറിയ അണ്ണാൻകുട്ടിയുടെ ആ ഒരു സേവനം കണ്ടിട്ട് ശ്രീരാമ ഭഗവാൻ അവൻ്റെ ആ ഒരു പുറത്ത് തൻ്റെ ആ ഒരു 3 വിരൽ കൊണ്ട് തലോടുകയാണ്. അതോടുകൂടി സ്വർണ്ണവർണ്ണം ലഭിക്കുകയാണ് അവന്. അണ്ണാൻകുട്ടിയുടെ ശരീരത്തിൽ പതിഞ്ഞതോട് കൂടിയിട്ട് 3 സ്വർണ്ണവരകൾ അവൻ്റെ ശരീരത്തിൽ കാണപ്പെടുകയാണ്. ഭഗവാൻ പറയാണ്, നീ എന്നും എനിക്ക് പ്രിയപ്പെട്ടവനാണ്. കാരണം നീ ചെറുതാണെങ്കിലും നിനക്ക് കഴിയുന്ന വിധത്തിൽ നീ എന്നെ സേവിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ നമ്മളോട് പറയുന്നത് എന്താണ്? നിങ്ങൾ വലിയവരോ ചെറിയവരോ ആരുമാവട്ടെ, നിങ്ങൾ എന്ത് സേവനം എനിക്ക് വേണ്ടി ചെയ്താലും അതെല്ലാം എനിക്ക് വളരെയധികം സന്തോഷം നൽകും. ആ ചെറിയ ജീവിയുടെ
സേവനം ഭഗവാന് അത്ര കണ്ട് സന്തോഷം നൽകിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് കഴിയുന്ന വിധത്തിൽ ഭഗവാന്റെ ആ ഒരു പാദസേവ ചെയ്യുക. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് അതിനൊക്കെ ഫലം ഭഗവാൻ തരാതിരിക്കില്ല.